₹1799 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് സ്റ്റോം കോൾ. ₹1799 വാങ്ങിച്ചെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ₹2499. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. എന്നാൽ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ₹2499 ബ്ലാക്ക് കളർ മാത്രം കിട്ടും. എന്നാൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ ₹2500 നിങ്ങളൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നോക്കുന്നെങ്കിൽ സ്റ്റോം കോൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെന്ന് മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സിലേക്ക് ഇട്ടുണ്ടെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് സ്മാർട്ട് വാച്ചിന്റെ ഫോട്ടോയും ബോർഡിന്റെ ലോഗോ ഉണ്ട്, സ്റ്റോം കോൾ എന്ന് എഴുതിയിട്ടുണ്ട്. പറയിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ജൂലൈ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ₹7,990 എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ₹2,499 ഇപ്പോൾ ഇതിന്റെ നോർമൽ റേറ്റ്. ₹1,799 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്, ഏതാണ്ട് ബ്ലൂ ഗ്രീൻ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഏതിനാണെങ്കിലും ₹2,499 തന്നെയാണ്. ഇനി ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ കിട്ടുന്ന മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 2-pin മാഗ്നറ്റിക് ചാർജറും, കൂടാതെ കുറച്ച് മറ്റുള്ള വാച്ചുകൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റുകൾ കിട്ടുന്ന പോലെ ഒരു ബോട്ട് ഹെഡിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്, ഒരു ഫാക്ട് നോട്ട് ഉണ്ട്, വാറണ്ടി കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് സ്റ്റോം കോൾ. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഡയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ മെറ്റൽ ബോഡിയാണ്. ബോട്ട് എവിടെയും തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് കണ്ടിട്ടില്ലായിരുന്നു. കൂടാതെ ഏറ്റവും മുന്നിലായിട്ട് നമ്മുടെ ആ ഒരു 2.5D കർവ്ഡ് ടച്ച് ഡിസ്പ്ലേ കാണാം. വലതുവശത്ത് ഒരു ക്രൗൺ ഉണ്ട്. പിറകിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് ഉണ്ട്, ചാർജിംഗ് പോയിന്റ് ഉണ്ട്, മൈക്ക് ഉണ്ട്, സ്പീക്കർ ഉണ്ട്. സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പ് തന്നെയാണ്, വേറെ ഒരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. ബക്കിൾ എന്ന് പറയുന്നത് മെറ്റൽ തന്നെയാണ്. 22mm ആണ് തോന്നുന്നു കേട്ടോ ആ ഒരു സ്ട്രാപ്പ് സൈസ് കണ്ടിട്ട്. എന്നാലും ഓവറോൾ ഫിസിക്കലി നല്ല രസമുണ്ട് കാണാനായിട്ട്, വേറെ ഒരു സംശയമില്ല. ഇനി നമുക്ക് ബൂട്ടപ്പ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ബോട്ടിന്റെ ലോഗോ അവിടെ വന്നിട്ടുണ്ട്. ബൂട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വാച്ച് ഫേസിലേക്ക് അങ്ങോട്ട് വന്ന് നിൽപ്പുണ്ട്. എന്തായാലും വാച്ച് ആദ്യം തന്നെ നമുക്ക് ആ ഒരു ബോട്ട് വെയറബിൾ ആപ്പുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സിങ്ക് ചെയ്യാം, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്യാനാണ് അവരങ്ങോട്ട് പറയണത് ആദ്യം തന്നെ. അപ്പോൾ ഓക്കെ ഗോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വാച്ച് ഏതാണ് അത് അങ്ങോട്ട് ചൂസ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ സ്റ്റോം കോൾ ആണ്, ഇവിടെ കിടപ്പുണ്ട്, അത് ഞാൻ അങ്ങോട്ട് ചൂസ് ചെയ്തു. ചൂസ് ചെയ്തതിനു ശേഷം ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യുക. സെറ്റപ്പ് ചെയ്യുന്ന ശേഷം എഗ്രി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പെയർ കൊടുക്കുവാണ്. പെയർ സക്സസ്, കണക്റ്റഡ്. ഓൾറെഡി നമ്മൾ ബൈൻഡ് ഒന്നും ചെയ്യേണ്ട. പിന്നെ ഇനിയുള്ളതൊക്കെ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാച്ച് ബോട്ട് വെയറബിൾ ആപ്പുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. സിങ്ക് ആകുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ എത്ര മണിയാണോ അത് അങ്ങോട്ട് ഇതിലേക്ക് വരുന്നതാണ്. എന്തായാലും UAയിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1.69 ഇഞ്ച് HD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ 240x280 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. 2.5D കർവ്ഡ് ടച്ച് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 550 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ്. സോ അത്യാവശ്യം സണ്ണി ഡേയ്സിൽ പോലും നമുക്ക് നല്ല രീതിക്ക് വിസിബിൾ ആകുമെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്നാൽ നമ്മൾ 100% ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളൊരു 20 to 40% മാത്രം എപ്പോഴും ബ്രൈറ്റ്നസ് ഇടുക. ഇനി യൂസർ ഇന്റർഫേസിലേക്ക് വരുവാണെങ്കിൽ ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 4 വാച്ച് ഫേസസ് ഇവിടെ കാണാൻ സാധിക്കും. അറ്റ് എ ടൈം 5 എണ്ണം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 150 പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് അവരുടെ വെയറബിൾ ആപ്പിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും അതൊക്കെ തന്നെ ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ഡേറ്റ്, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ബാറ്ററി ലെവൽ, ബാറ്ററി പെർസെൻറ്റേജ്, വെതർ, കൂടാതെ കുറച്ച് ക്വിക്ക് ഐക്കൺസ്, സ്പോർട്സ് മോഡ് ഉണ്ട്, ബ്രൈറ്റ്നസ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ഫൈൻ ഫോൺ, QR, എബൌട്ട്, സെറ്റിംഗ്സ്. കൂടെയുള്ള ഈ ഒരു കോളിന്റെ ഐക്കൺ ഉണ്ടല്ലോ, അത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ യൂസർ ഗൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ മ്യൂസിക് കൺട്രോൾ എന്നാണ്. പക്ഷേ അതല്ല, ഇവിടെ വന്നപ്പോഴത്തേക്ക് വേറെ ഒരു കോളിൻ്റെ ആണ്. എന്താണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതറിയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ടിവിറ്റി, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ലീപ്പ്, വെതർ, കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗിന്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇടതുനിന്ന് വലതേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് നോട്ടിഫിക്കേഷൻസ് വരിക. വലതുനിന്ന് ഇടതേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ മെയിൻ മെനു ഉണ്ട്. മെയിൻ മെനു നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് സ്പോർട്സ് ഉണ്ട്. സ്പോർട്സിൽ നോക്കുകയാണെങ്കിൽ വാക്ക്, റണ്ണ്, സൈക്ലിംഗ്, ക്ലൈംബിംഗ്, യോഗ, ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ബാഡ്മിന്റൺ, റോപ്പ് സ്കിപ്പിംഗ്, സ്വിമ്മിംഗ്
എന്നിങ്ങനെ 10 എണ്ണം മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇതിലില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സാധനം വാങ്ങിച്ചാൽ സ്പോർട്സിന്റെ കാര്യത്തിൽ ഡിസപ്പോയിന്റഡ് ആകും. കൂടാതെ ബ്രത്ത് ഉണ്ട്, നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ക്യാമറ കൺട്രോൾ ചെയ്യാം, HR മോണിറ്റർ ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്, SPO2 ഉണ്ട്. എന്നാൽ ഈ ഒരു HR മോണിറ്ററിംഗും SPO2 ഒക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, ഫൈൻ ഫോൺ ഉണ്ട്, ടൈമർ ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാച്ച് ഫേസ് ആണ്. കൂടാതെ സ്ക്രീൻ ടൈം ഔട്ട് 15 സെക്കൻഡ് വരെ നമുക്ക് ചെയ്യാൻ കേട്ടോ, 5 സെക്കൻഡ് മുതൽ. ഞാനിപ്പോൾ ഈ ഒരു 15 സെക്കൻഡ് ഇട്ടിരിക്കുന്നത് ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു 5 സെക്കൻഡ് എടുത്തുള്ളൂ. കൂടാതെ എബൌട്ട് ഉണ്ട്, റേസ് ടു വേക്കപ്പ്. നമ്മുടെ കയ്യിൽ ഇത് കെട്ടിയിരിക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ കൈ ഇങ്ങനെ അനക്കുമ്പോഴത്തേക്ക് സ്ക്രീൻ ഓൺ ആവുന്നതാണ് ഈ ഒരു റേസ് ടു വേക്കപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓണും ഓഫും ഒക്കെ ആക്കി ഇടാം. കൂടാതെ ഡൗൺലോഡ് ആപ്പ് ഉണ്ട്, അതുപോലെ തന്നെ റീസെറ്റ്, പവർ ഓഫ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു യൂസർ ഇന്റർഫേസിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗും SPO2 നമുക്ക് നോക്കാം. എന്തായാലും ഹാർട്ട് റേറ്റ് ജസ്റ്റ് ഒന്ന് ബോർഡിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതെ കണ്ടോ, പ്ലീസ് വെയർ റിസ്റ്റ് ബാൻഡ് കറക്റ്റ്ലി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് പ്രോപ്പറായിട്ട് കിട്ടിയാൽ മാത്രമേ ഇവിടെയും എന്തായാലും ബോട്ട് സ്റ്റോം കോളിലും നമുക്ക് എന്താ പറയുക ആ ഒരു റേറ്റുകളെല്ലാം ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു റേറ്റുകൾ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതെ മെഷറിംഗ് ആണ്, 70 BPM വന്നിട്ടുണ്ട്, സ്റ്റിൽ മെഷറിംഗ്. 70 അങ്ങോട്ട് വന്ന് നിന്നിട്ടുണ്ട്. ഇനി അടുത്തത് SPO2 നോക്കാം. 98% അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒന്നുകൂടെ നമുക്ക് ഹാർട്ട് റേറ്റ്, കാരണം നേരത്തെ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു, 70 അങ്ങനെ വന്ന് നിൽക്കുമായിരുന്നല്ലോ. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 64 ആയിട്ടുണ്ട്. കണ്ടോ, 64 തന്നെ വീണ്ടും അങ്ങോട്ട് വന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു SPO2 ആണെങ്കിലും ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണെങ്കിലും ഉറപ്പായിട്ടും നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു മെഡിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ചിട്ട് മാത്രം ഇതുപോലെ മെഷറൊക്കെ ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. ഈ ഒരു വാച്ചിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കോളിംഗ് വിത്ത് ഡയൽ പാഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡയൽ പാഡിലേക്ക് പോയിട്ട് എങ്ങനെ കോൾ ചെയ്യുമെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് ആ ഒരു ഡയൽ പാഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി നമ്മൾ ഇവിടെ വന്നിട്ട് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഡയൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിൽ ചെറിയ ഡിലേ ആണ് കേട്ടോ. ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ ലോഗോ ഉണ്ട്, അത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ അങ്ങോട്ട് ഡയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. 8304. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അടിച്ചിട്ടുണ്ട്, അതിനുശേഷം കോൾ ചെയ്യുവാണ്. കോൾ എടുക്കുമ്പോഴത്തേക്ക് കണ്ട ഒന്ന് നമുക്ക് സ്പീക്കറിൻ്റെ വോളിയം കണ്ട നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇതുപോലെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് വാച്ചിൽ കാണിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് കോൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോൾ എടുക്കാൻ സാധിക്കുന്നതാണ്. കട്ട് നമുക്ക് ഈ ഒരു ക്രൗണിൽ വെച്ചാലും കണ്ടോ കട്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് സ്റ്റോം കോളിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. ആക്ച്വലി വാച്ചിന്റെ കയ്യിൽ കെട്ടിയിട്ട് ടേബിളിൽ വെച്ചേക്കുവാണ്. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ആക്ച്വലി ഞാനും വാച്ചുമായിട്ട്. അപ്പൊ ഈ ഒരു സമയത്ത് എങ്ങനെ മൈക്ക് ക്വാളിറ്റി കേൾക്കുന്നുണ്ട്? അതല്ല, ഇപ്പോൾ എന്റെ വായിനടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ വാച്ച് അങ്ങോട്ട് കെട്ടിയിരിക്കുന്ന സമയത്ത് ഒരു കോൾ വരുവാണ്, നമ്മൾ ഈ ഒരു വാച്ച് വെച്ചിട്ട് സംസാരിക്കുവാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തുമാത്രം കേൾക്കാൻ സാധിക്കും, അതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇത് ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 1790 2490 വാങ്ങിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ വെയറബിൾ ആപ്പിൽ എന്തൊക്കെയാണെന്ന് വെച്ച് നോക്കാം. എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വാച്ചോട് സിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഇന്റർഫേസ് ഇതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, അതുപോലെ തന്നെ എത്ര കാലറീസ് ബേൺ ഔട്ട് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അതുപോലെ തന്നെ സ്ലീപ്പ് റെക്കോർഡ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബ്രീഫായിട്ടാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ 0 സ്റ്റെപ്സ്. ആക്ച്വലി ഞാൻ കുറച്ച് നടന്നിട്ട് പോലും ഇതിൽ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ചെറിയ ഡ്രോബാക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് ആണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നോക്കുവാണെങ്കിൽ വാച്ച്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് കൗണ്ട്, കാലറീസ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, സ്ലീപ്പ് എല്ലാം തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത് നോക്കുകയാണെങ്കിൽ ആക്ടിവിറ്റീസ്. കണ്ടോ 1 മിനിറ്റും 16 സെക്കൻഡ് ഞാൻ നടന്നിട്ട് പോലും 0 സ്റ്റെപ്സ് 0 കാലറീസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ഡിഫക്റ്റ് തന്നെ എന്നുള്ളതിൽ വേറൊരു സംശയം വെക്കേണ്ട. നാലാമത്തേൽ പോവുകയാണെങ്കിൽ സ്റ്റോം കോള് 5 day 3 hours റിമൈനിങ് ആണ്, 41% ബാറ്ററി ഉണ്ട്, കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ വാച്ച് ഫേസിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതേ ഈ ഒരു ക്ലൗഡ് വാച്ച് ഫേസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാറ്റഗറൈസ് അല്ല, നമുക്ക് ഇതിൽ ഇഷ്ടമുള്ളത് 150 ആണോ ഇതുപോലെ അങ്ങോട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ക്രിയേറ്റ് കസ്റ്റം വാച്ച് ഫേസിൽ പോയിട്ട് ഏറ്റവും അടിയിൽ ഇതേ അപ്ലോഡ് ഉണ്ട്. നമുക്ക് ഗാലറി എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈവായിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ടൈം ഒക്കെ വേണമെങ്കിൽ ഉണ്ടോ എബോവ് ആണോ ബിലോ ആണോ എന്തുവേണമെങ്കിലും ചെയ്യാം. ഫോൺ കളർ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. ഏതാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ മാറ്റിയതിന് ശേഷം ഡണ്ണ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ഒരു സംഭവം അങ്ങോട്ട് വാച്ച് ഫേസിലേക്ക് ആഡപ്പ് ആവുന്നതാണ്. കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗ്, നമുക്ക് ആക്ച്വലി നമ്മുടെ വാച്ചിൽ ഒരു 10 കോൺടാക്ട് സിങ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 10 കോൺടാക്ട് നമുക്ക് കൊണ്ടുവന്ന് സേവ് ചെയ്തിടാൻ പറ്റും. അതിങ്ങനെയാണ് ഇവിടെ ഈ ഒരു ബ്ലൂടൂത്ത് കോളിംഗിൽ വന്നിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതങ്ങോട്ട് ചെയ്യാം. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്ന 10 വരെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആപ്പ് നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ആണ്. ഇതിൻ്റെയൊക്കെ വേണമെങ്കിൽ അലോ ചെയ്യാം, അല്ലെങ്കിൽ ഡിനേ ചെയ്യാം. ഇനി ഈ കാണിക്കുന്നതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആപ്പ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും
ഉറപ്പായിട്ടും അതറിൽ പോയിട്ട് അതും കൂടെ ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ മൊബൈലിൽ വരുന്ന എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ ആ ഒരു സ്മാർട്ട് വാച്ചിലേക്ക് വരുന്നതാണ്. കൂടാതെ അലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം, ഫൈൻ ഡിവൈസ് നമുക്ക് സെറ്റ് ചെയ്യാം, ക്യാമറയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചെയ്യണ്ട. ഷട്ടർ നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആയി കഴിഞ്ഞാൽ സെൽഫി കണ്ട ക്യാപ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ബേസിക് ആയിട്ട് നോർമലി മറ്റുള്ളതിലൊക്കെ തന്നെ ഞാൻ കാണിക്കുന്നതാണ്. കൂടാതെ അലേർട്സ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. ഇപ്പോൾ സെഡൻഡറി അല്ലെങ്കിൽ ഹൈഡ്രേഷൻ, അതായത് നമുക്ക് ഡ്രിങ്ക് വാട്ടർ ആൻഡ് റിമൈൻഡർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ സെറ്റിംഗ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ വേക്ക് ഗസ്റ്റ് ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. അത് റേസ് ടു വേക്കപ്പ് ആണ്. 24 hours ഫോർമാറ്റ് കൊടുക്കാം. അതല്ല ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. വെതർ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണോ ഫാരൻഹീറ്റിലോ അങ്ങനെ എന്തെങ്കിലും ആക്കാം. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. കൂടാതെ വാച്ച് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. എബൌട്ട് ഉണ്ട്, പെർമിഷൻ ഉണ്ട്. ഇനി അഞ്ചാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ബോട്ട് വെയറബിൾ ആപ്പിൽ ബേസിക് ആയിട്ട് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ IP68 വാട്ടർ ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ ഇവിടെ ഈ ഒരു സ്പോർട്സിൽ ഏറ്റവും അടിയിൽ കാണുന്ന സിമ്മിങ് ഓൺ ആക്കിയിട്ട് നമ്മൾ സിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് വന്നാൽ പോലും ഇത് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡീപ്പ് ഡൈവിന് പോകുമ്പോൾ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. ഇനി ബാറ്ററി ലൈഫിലേക്ക് വരുവാണെങ്കിൽ 220 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു വാച്ചിന് അബൌട്ട് 7 days ആണ് കമ്പനി പറയുന്ന ഒരു ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. കൂടാതെ ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ 2 ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ. 2.5 hours ആണ് 100% ചാർജ് ആകാനായിട്ട്. 5V2A 10 watts അഡാപ്റ്റർ ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. 5V2A എന്നിപ്പോൾ 18 watts അല്ലെങ്കിൽ 37 watts ഒരു അഡാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ ഉപയോഗിക്കരുത്. മാക്സിമം 10 watts ഒരു അഡാപ്റ്റർ മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഒന്നെങ്കിൽ അത് വാങ്ങിക്കുക, അല്ലെങ്കിൽ പവർ ബാങ്ക്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഇക്വിപ്മെന്റ്സുകളിൽ മാത്രം വെച്ചിട്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. എന്തായാലും 1799 അല്ലെങ്കിൽ 2499 നമ്മൾ ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലെന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഞാൻ അൺബോക്സ് ചെയ്ത ഈ ഒരു പീസിന്റെ അടിസ്ഥാനത്തിലാണ്. ലുക്ക് ഒക്കെ നോക്കുവാണെങ്കിലും അതല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിലും 10ൽ 10 തന്നെ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല രസമുണ്ട്. ഡിഫൈ സ്പേസ് പ്രോ ഉണ്ടല്ലോ, അതേ ലുക്ക് അല്ലെങ്കിൽ അതേപോലെയാണ് എനിക്കിത് ഇതിന്റെ UI ആണെങ്കിലും അല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും ഫീൽ ചെയ്തത്. ഈ ഒരു സ്ട്രാപ്പ് മാറ്റുവാണെങ്കിൽ ബോട്ടിന്റെ ഈ ഒരു ലോഗോ ഉള്ള സ്ട്രാപ്പ് മാറ്റുവാണെങ്കിൽ ഡിഫൈ സ്പേസ് പ്രോ ഏതാണ് അതല്ല നമ്മുടെ സ്റ്റോം കോൾ ഏതാണെന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മനസ്സിലാകാൻ പറ്റത്തില്ല. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ലുക്ക് ഒക്കെ ഓക്കെ, അതങ്ങോട്ട് വിട്ടേക്കൂ. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സെൻസേഴ്സ് ആക്യുറേറ്റ് അല്ല. ഇപ്പോൾ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും നമ്മുടെ ആ ഒരു SpO2 ഒക്കെ നിങ്ങൾ കണ്ടു, അത് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ഇല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ സ്പോർട്സിലേക്ക് വന്നിട്ട് ഞാൻ വാക്ക് ചെയ്ത് നോക്കി, ഒരു സ്റ്റെപ്പ് പോലും ആക്ച്വലി കൗണ്ട് കാണിച്ചില്ല. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും ഇതിൽ ഡിഫക്റ്റ് തന്നെയാണ്. നിങ്ങൾ അത് തന്നെയാണ് നമ്മുടെ ആ ഒരു വെയറബിൾ ആപ്പിൽ കണ്ടതും. കൂടാതെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് അല്ല, ഇത്തിരി അങ്ങോട്ടൊരു റഫ് ആണ് കേട്ടോ. ചില സമയത്തൊക്കെ എനിക്ക് ഇതുപോലെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഞെക്കേണ്ടി, അതായത് ടച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. കൂടാതെ ഒരു 100% ബ്രൈറ്റ്നസ് ഇടുവാണെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരം ഇപ്പോൾ ഒരു പുറത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും എന്താ പറയുക ഇതുപോലെ 20% അല്ലെങ്കിൽ 40% ഇടുമ്പോഴത്തേക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കാം. സോ അങ്ങനെയുള്ള ഒരാൾ 100% ബ്രൈറ്റ്നസ് അപ്പ് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം മാക്സിമം കേട്ടോ, അതിൽ കൂടുതൽ എന്തായാലും ബാറ്ററി നിൽക്കത്തില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ഒരു മണിക്കൂർ യൂസ് ചെയ്തേ ഉള്ളൂ, അപ്പോഴത്തെ തന്നെ 41% ആയി. അതായത് 98ലാണ് ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല എന്നുള്ളത് വേറൊരു സംശയമില്ല. ഏതായാലും 1799 രൂപയ്ക്ക് വർത്ത് ബൈങ് ആകുമോ അല്ലെങ്കിൽ 2499 വർത്ത് ബൈങ് ആകുമെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓക്കെ ആണ്. നിങ്ങൾക്ക് ബോട്ടിന്റെ സ്റ്റോം കോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകാം. കൂടാതെ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ നോയ്സിന്റെ കളർ ഫിറ്റ് പൾസ് 2 ഒക്കെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല സാച്ചുറേറ്റ് ആണ്. അമോലെഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ പോലും നമുക്ക് നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് വൈറ്റ് ടോൺ ആണ്, അതായത് എക്സ്പോഷർ കൂടിയിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് പല സ്ഥലങ്ങളിലും ഈ ഒരു വാൾപേപ്പേഴ്സിലും ഇതിലൊക്കെ തന്നെ കാണാൻ സാധിച്ചത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്റ്റോം കോളിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ ഇത് ഡിഫക്റ്റ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ സ്റ്റോം കോൾ വാങ്ങിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്ത സ്റ്റോം കോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആകും എന്നുള്ളതിൽ വേറൊരു സംശയം വേണ്ട. എന്തായാലും ഈ ഒരു വീഡിയോയുടെ ബോട്ട് സ്റ്റോം കോളിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി വിശ്വസിക്കുന്നു. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.